ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യ അനാമികയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇനി ആരോടാണെങ്കിലും പറഞ്ഞു, എനിക്ക് എന്നെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള ആ വെല്ലുവിളി നവ്യ നടത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം അനാമികയുടെ അച്ഛനും അമ്മയോടും ചെന്നിട്ട് കാര്യങ്ങൾ പറയാണ്. അമ്മേ, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നല്ല, അവൾമാർ തന്നെയാണ് നമുക്ക് ആ പായസം തന്നതെന്ന് പറയാം കേട്ടോ. ഈ സമയം അതെങ്ങനെ സംഭവിച്ചു അതൊന്നും എനിക്കറിയില്ല. അവൾ എൻ്റെ മുഖത്തടിച്ച് പറഞ്ഞു, ഞാൻ തന്നെയാണ് ഇത് ചെയ്തത്. ആര്? നയനയോ? അല്ല, നവ്യ എന്ന് പറയണേട്ടോ. ഇതേ സമയം വേണു പറയണ, ഈശ്വര, ഞാൻ കൊണ്ടുവന്ന പൊടി കുറച്ച് വീര്യം കൂടിയതായിരുന്നു, ഇത് മാറാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അറിയില്ല അച്ഛാ, എനിക്കും നല്ല വയറുവേദനയുണ്ട്, എന്നാലും ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയണേട്ടോ. ഇത് കേൾക്കുന്ന രേവതി പറയാണ്, ആഹാ, അവന്മാരുടെ കൊമ്പ് പൊന്തി തുടങ്ങിയോ, എന്നാൽ ആ കൊമ്പ് ഇന്ന് ഒടിക്കണമെന്ന് പറയുമ്പോൾ അവിടെ അനാമിക പറയണേ, ശരിയാണ് അമ്മേ, അവന്മാരുടെ കൊമ്പ് ഇന്നത്തോടു കൂടിയേ ഒടിക്കണം. ആ വല്യമ്മങ്ങ് വരട്ടെ, അവരുടെ ചെവിയിൽ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവർക്കുള്ള ശിക്ഷ കൊടുക്കുമെന്ന് പറയട്ടോ. അങ്ങനെ ഈ സമയം വേണു പറയാണ്, അത് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ, എന്തായാലും അതിനുള്ള ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ എന്ന് വേണുവും പറയുന്നു കേട്ടോ. അങ്ങനെ ഇവർ 3 പേരും വയറുവേദന കൊണ്ട് ഹുമ്മറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവർക്ക് സഹിക്കുന്നില്ല, വേദന കൊണ്ട് പൊളയുന്നത് കണ്ടിട്ടാണ് ദേവയാനി കയറി വരുന്നത് കേട്ടോ. അങ്ങനെ ദേവയാനിയും ആദർശും ഈ പറയുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നു. അപ്പോൾ ഇതേ സമയം എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിച്ചത് എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അനാമിക അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ജാനകി താങ്ങാനായി എത്തി. എന്ത് പറ്റി എൻ്റെ മോൾക്ക്, എന്താണ് എൻ്റെ മോൾക്ക് എന്ന് പറയുമ്പോൾ അതൊന്നും പറയണ്ട എന്ന് രേവതി പറയാൻ കേട്ടോ. അപ്പോഴേക്കും അവിടെ ആദർശിൻ്റെ അച്ഛൻ ജയ എന്താണ് ഇവിടെ സത്യത്തിൽ സംഭവിച്ചത്, എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഇതേ സമയം മുത്തശ്ശനും മുത്തശ്ശിയും വരികയാണ്. കാരണം തൻ്റെ മക്കൾ മാലയിട്ടി വന്നിരിക്കല്ലേ, അവരെ കാണാൻ വേണ്ടി മുത്തശ്ശനും മുത്തശ്ശിയും വന്നിരിക്കുന്നു കേട്ടോ. അങ്ങനെ അവരെ കാണാൻ വേണ്ടി എത്തുമ്പോഴാണ് ഈ കോലാഹലങ്ങൾ മുത്തശ്ശനും മുത്തശ്ശിക്ക് മുന്നിൽ കാണുന്ന കേട്ടോ. അങ്ങനെ ഓരോരുത്തരായി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇതേ സമയം അനാമിക പറയണേ, എനിക്ക് വയ്യ അമ്മേ, തീരെ സുഖമില്ല, എന്നാലും എൻ്റെ അച്ഛനോടും അമ്മയോടും ഈ ചതി ഇവൾമാർ ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് കേൾക്കുന്ന മുത്തശ്ശന് എന്താ സംഭവം എന്നറിയാൻ വേണ്ടി മുത്തശ്ശൻ ആകാംക്ഷയോടുകൂടി കണ്ണും തുറിച്ച് നോക്കി നിൽക്കാണ്. ഇതേ സമയം ആദർശനും അതറിയണം. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നയന കയറി വരുന്നത് കേട്ടോ. നയനയെ കാണുന്ന അനാമിക പിന്നെ വെറുതെ വിടുമോ? ഇല്ല. അങ്ങനെ ഈ സമയം ഇവിടെ ഞാൻ ഇവളുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞ് എല്ലാവരും പരാതി ഉണ്ടാക്കുന്നു. ഞാൻ മനഃപൂർവ്വം ഇവളുടെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പരാതി ഉണ്ടാക്കുന്നു എന്നായിരുന്നല്ലോ ഇവിടെ എല്ലാവർക്കും പരാതി. അതുകൊണ്ട് തന്നെ ഇവളുണ്ടാക്കിയ പായസം കുടിച്ചത് കൊണ്ട് എൻ്റെ അച്ഛനും അമ്മക്കും വരെ ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന വസുന്ധര പറയണേ, എന്ത്, ഇവളുണ്ടാക്കിയ പായസം കുടിച്ചെന്നോ? ആ പായസം ഞങ്ങളും കുടിച്ചതാണല്ലോ, ഞങ്ങൾക്ക് യാതൊരു കേടുമില്ലല്ലോ എന്ന് പറയുന്നു കേട്ടാ. അപ്പം നയനെ, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ആദർശ് ചോദിക്കുകയാണ്. ഉടൻ തന്നെ നയന പറയും, എനിക്കൊന്നും അറിയില്ല ആദർശേട്ടാ, ഞാൻ ഇവിടെ പായസം ഉണ്ടാക്കി, എന്നിട്ട് നീ ഇവർക്ക് ഇത് കൊടുത്തോ? ഇല്ല, ഞാൻ കൊടുത്തില്ല. പിന്നെ നീ ആർക്കാണ് കൊടുത്തത്? മുത്തശ്ശനും മുത്തശ്ശിക്കും. അത് കേട്ട ഉടനെ ആദർശ് ചോദിക്കും, അപ്പം നിങ്ങൾക്ക് ആരാ പായസം തന്ന്? ഞങ്ങൾ എടുത്ത് കഴിച്ചതാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഒരു കണക്കിന് പറയാ കട്ട് തിന്നൽ എന്ന് പറയാനിട്ട്. ഇത് കേൾക്കുന്ന ദേവയാനി, ഡാ ആദർശ്, നീ എന്താടാ ഇവിടെ പറയുന്നത്? ഇവരെയോടൊക്കെ എങ്ങനെ സംസാരിക്കാൻ പറയോ പാടോ? അതും അനാമികയുടെ അച്ഛനും അമ്മയും നിൽക്കേ എന്നിങ്ങനെ പറഞ്ഞ ഉടനെ അതിനെന്താ, ഉള്ളതുപോലെ പറയണല്ലോ. എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം ആർക്കും തന്നെ പറ്റില്ല എന്നായിരുന്നല്ലോ ഇവിടെ പറച്ചിൽ. എന്നാൽ നയനെ എടുത്തു കൊടുക്കാത്ത സ്ഥിതിക്ക് ഇവരതെടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കട്ട് എന്ന് പറയണ്ടേ? സാധാരണ ഒരു കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എല്ലാവരും കഴിക്കും, പക്ഷെ അതിൽ കട്ടുതിന്നലില്ല. എന്നാൽ ഇവൾ ഏത് സമയം നയനയെ ആക്ഷേപിക്കുന്ന ഇവള് ഈ ഭക്ഷണം എടുത്ത് കഴിച്ചാൽ പിന്നെ ഞാൻ എന്ത് പറയണമെന്ന് പറയുമ്പോൾ എനിക്കിത് കേട്ട് ചിരിയാണിട്ട് വരുന്നത്. ഇത് ഇവൾക്ക് കിട്ടേണ്ടത് തന്നെ എന്ന ഭാവത്തിൽ നിൽക്കുന്നു കേട്ടോ. ഇതേ സമയം ആദർശേ, നീ മിണ്ടാതിരിക്ക്, എന്താണ് ഇവിടുത്തെ പ്രശ്നമൊന്നും അറിയട്ടെ ഞാൻ എന്ന് മുത്തശ്ശൻ പറയാനേട്ടോ. ഈ സമയം നയനയോട് ദേവയാനി അങ്ങ് പൊട്ടിത്തെറിക്കണം. എടി, നീ എന്താടി ഇവർക്ക് കാണിച്ചത്? ഇവർക്ക് എന്ത് പായസമാടി നീ കൊടുത്തത്? ഉടൻ തന്നെ ആദർശ് അത് കേട്ട്, അമ്മ എന്തിനാ നയനയുടെ നേർക്ക് ചൂടാവുന്നത്? നയന ഇവർക്ക് പായസം കൊടുത്തിട്ടില്ല എന്ന് ഇവർ തന്നെ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ അമ്മ അവളുടെ നേർക്ക് ചൂടാവുന്നത്? അത് കേട്ട പാടെ ഉടൻ തന്നെ നയന അല്ല ഞങ്ങൾക്ക് പായസത്തിൽ പടി ഒപ്പിച്ചത് എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന മുത്തശ്ശൻ എന്ത് പണി ഒപ്പിച്ചു എന്നാ താൻ പറയുന്നത്? ഇവിടെ ആ പായസം കുടിച്ചവരാണ് ഞാനും വസുന്ധരയും, ഞങ്ങൾക്കില്ലാത്ത കുഴപ്പം നിനക്കെന്താ എന്ന് പറയുമ്പോൾ
ഉടൻ തന്നെ അനാമിക അവിടെ ഒന്ന് ഞെട്ടിത്തെറിക്കുകയാണ് കേട്ടോ. ഇതേ സമയം മുത്തശ്ശി പറയും, ഒരാളോട് ദേഷ്യമുണ്ടെന്ന് കരുതി അത് വെച്ച് വല്ലാതെ അങ്ങ് മുതലെടുക്കരുത് കേട്ടോ. വേണു, രേവതി, നിങ്ങൾ ഇത്രയും കുറഞ്ഞ പരിപാടി ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ വസുന്ധര പറയുമ്പോൾ ഉടൻ തന്നെ രേവതി പറയും, അമ്മ കരുതുന്നത് പോലെയൊന്നല്ല, ഇവളുണ്ടാക്കിയ പായസത്തിൽ എന്തോ ചേർത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് 3 പേർക്കും വയറിന് പിടിക്കുന്നില്ല, വയറ്റിന്ന് പോയി ഇടങ്ങറായി, ഒരു ബുദ്ധിമുട്ട്, ഒരു പരവേഷം വയറിന് മൊത്തത്തിൽ എന്ന് പറയാനിട്ടാ. അങ്ങനെ ഈ സമയം ദേവയാനി ചോദിക്കും, മര്യാദക്ക് പറഞ്ഞോ? അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശൻ പറയും, എന്ത് പറയാൻ, എല്ലാവർക്കും ഉണ്ടായ പായസം അവർ കുടിച്ചു, അവർക്ക് മാത്രം അത് പറ്റിയില്ല എന്ന് ഇവർ പറയുന്നു, ഇവർ വേറെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും, അതായിരിക്കും എന്നിങ്ങനെ മുത്തശ്ശൻ പറയുമ്പോൾ, അല്ല, ഞങ്ങൾക്ക് ഇവള് പായസത്തിൽ എന്തോ ചേർത്താണ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളെടുത്ത് കുടിച്ച പായസമല്ലേ, പിന്നെ അത് എങ്ങനെ ചേർത്ത് വെക്കാനാണ്? അത് കേട്ടിട്ടായിരിക്കട്ടെ നവ്യ പറയുന്നത്, ഞാൻ അങ്ങ് പറഞ്ഞാൽ മതിയോ എന്ന് നവ്യ പറയുമ്പോൾ അനാമിക ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് അനാമിക ഈ ഉരുണ്ട് കളിക്കുന്ന ഈ മറുപടി നൽകുമ്പോൾ അനാമികയുടെ മുന്നിൽ വെച്ച് നവ്യ പറയാണ്, ഇവിടെ നയന പായസമുണ്ടാക്കി, പാൽപ്പായസമുണ്ടാക്കി, അത് കഴിച്ചു ഞങ്ങളെല്ലാവരും, ഞാനടക്കം കഴിച്ചു, എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതാണ്, പക്ഷേ എനിക്കില്ലാത്ത കുഴപ്പം ഇവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ആ പായസത്തിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇവർക്ക് ഈ പ്രശ്നം വന്നത്. അത് കേട്ട ഉടൻ തന്നെ ഞങ്ങൾ കഴിക്കുന്ന പായസത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ചേർക്കുമോ എന്ന് അനാമിക പറയാനിട്ടോ. ഇത് കണ്ട അമ്മ, ഇവർ എൻ്റെ അച്ഛനെയും അമ്മയെയും മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ നവ്യ പറയണേ, എന്നെക്കൊണ്ട് പറയിപ്പിക്കണമെന്ന് ചോദിക്കാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ദേവയാനി പറയണേ, ഈ എൻ്റെ മരുമകളുടെ അടുത്ത് നിന്റെ ഒച്ചയുത്തലുണ്ടല്ലോ, അതിവിടെ വേണ്ട, അതെ നിങ്ങൾ നയനെ ഭരിച്ചാൽ മതി, എന്നെ ഭരിക്കാൻ നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വരണ്ട കേട്ടോ. ഞാൻ നിങ്ങളുടെ മരുമകളും അല്ല, നിങ്ങളുടെ മരുമകളാണെങ്കിൽ മാത്രം എന്നെ ഭരിച്ചാൽ മതി. നയന ഒരു പക്ഷേ ഇതൊക്കെ കേട്ട് നിന്നേക്കും, പക്ഷേ ഈ നവ്യ ഇതിന് കിട്ടില്ല, നവ്യ ഇത് കേട്ട് നിൽക്കുകയല്ല. ഇവിടെ എന്താണ് സംഭവം ഉണ്ടെന്ന് അറിയാതെ നിങ്ങൾ ഒരാളുടെ പക്ഷം മാത്രം കേട്ട് എൻ്റെ നേർക്ക് വാദിക്കാൻ വന്നാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടുന്ന് കരുതണ്ട എന്ന് പറയുമ്പോൾ അവിടെ നവ്യയുടെ ഈ വാക്കുകൾ കേട്ട് ദേവയാനി പോലും ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതേ സമയം ജലജയ്ക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. അപ്പം ജാനകി പറയണേ, ഇവളുടെ നാക്ക് കുറച്ച് കൂടുതലാണ്, നിങ്ങളുടെ മരുമകൾക്ക് നാക്കാവെങ്കിൽ എനിക്കെന്താ നാക്കുണ്ടായതുകൊണ്ട് കുഴപ്പം എന്ന് അവിടെ തിരിച്ച് നവ്യ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ശരിക്കും ഞെട്ടിപ്പോവാണ് കേട്ടോ ജാനകിയും. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കും, നവ്യ ഇവിടെ ശരിക്കും എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശ, ഞാനൊരു ഗർഭിണിയാണ്, ഞാൻ ഗർഭിണിയാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ആ ഒരു പരിഗണന എനിക്ക് തന്നൂടെ. അതുപോലെ മുത്തശ്ശൻ ഒരു രോഗമുള്ള ആളാണ്, മുത്തശ്ശൻ അവശ്യ നിലയിൽ ഇരിക്കുന്ന സമയത്ത് ഇവൾമാർ ഒപ്പിച്ചത്, ഇവളും ഇവളുടെ അമ്മയും കൂടി ഒപ്പിച്ചത് കണ്ടോ? പായസത്തിൽ നയനെ ഉണ്ടാക്കിയ പായസത്തിൽ മറ്റുള്ളവർക്കൊക്കെ പ്രശ്നങ്ങളാവട്ടെ എന്ന് കരുതി ഇവൾ പൊടി കലക്കിയിരിക്കുന്നു എന്ന് പറയാനിട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി രവതി അനാമിക ആകെ ഞെട്ടിപ്പോവാണ്. ഇത് കണ്ടോ, ഞാൻ ഈ വീട്ടിൽ ഇനി നിൽക്കുന്നില്ല, ഞാൻ പോകുന്നു. അപ്പോൾ ഉടൻ തന്നെ വേണു പറയണേ, എൻ്റെ മകളെ കുറിച്ച് അപവാദം പറഞ്ഞ ഈ വീട്ടിൽ ഇനി നിൽക്കുന്നില്ല എന്ന് പറയട്ടോ. ഇതേ സമയം നവ്യ പറയണേ, പോകുന്നതിന് മുന്നേ ഇതും കൂടി അങ്ങ് കണ്ടിട്ട് പോയാൽ മതി, നിങ്ങൾ ഇറങ്ങിപ്പോയാൽ ഇവിടെ ഓരോരുത്തരും ഞങ്ങളുടെയും തലയിൽ അങ്ങ് കയറുമെന്ന് നിങ്ങൾക്കറിയാം. ആ കുതിരകളി ഇവിടത്തോടു കൂടി നിർത്തണം. ഇവിടെ എന്തിനും ഏതിനും സപ്പോർട്ട് നിൽക്കുന്ന നിന്റെ അമ്മായിമ്മയും ഈ നയനയുടെ അമ്മായിമ്മയും എൻ്റെ അമ്മായിമ്മയും അടക്കം 3 പേര് നിനക്ക് വാലായി തൂങ്ങി നടക്കുന്ന ഇവരും കൂടി കാണട്ടെ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിന് മുന്നിൽ ഈ നയന ഉണ്ടാക്കിയ പായസത്തിൽ രേവതിയും ഈ പറയുന്ന അനാമികയും കൂടി പൊടി ചേർക്കുന്ന ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇതെല്ലാവർക്കും മുന്നിൽ കുളിർക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതേ സമയം മുത്തശ്ശൻ അനാമികയുടെ നേർക്ക് വിരൽ ചൂണ്ടാണ്, എന്താണ് ഈ കണ്ടത്, എന്താണ് നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അനാമിക, അത് പിന്നെ മുത്തശ്ശ, അത് പിന്നെയെന്നോ, അത് ഞങ്ങൾ പഞ്ചസാര ഇട്ടതാണ്, അതിൽ വെറുതെ കള്ളം പറയുന്നോ, ഓരോന്ന് കാട്ടി വെച്ചിട്ട് ഞങ്ങൾക്കാർക്കും ഇല്ലാത്ത കുഴപ്പം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഉടൻ തന്നെ നവ്യ പറയണേ, ശരിയാണ് മുത്തശ്ശ, നമുക്ക് ആർക്കും കുഴപ്പമുണ്ടായില്ല, ഇവർ കുറച്ച് പായസം അതിൽ നിന്ന് മാറ്റി വെച്ചിരുന്നു, ആ പായസമാണ് ഞാനും മുത്തശ്ശനും ഒക്കെ കഴിച്ചത്, എന്നാൽ മറ്റു പായസം ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. ഇവർ മാറ്റി വെച്ചിരുന്ന പായസം ഇവർ പൊടി ചേർത്തത് ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. കാരണം ഇവർ കുഴിച്ച കുഴിയിൽ ഇവർ തന്നെ വേണ്ടേ, ഇവിടെ ഒരു ഗർഭിണി ഉണ്ടെന്നോ ഇവിടെ അവശ്യ നിലയിൽ കിടക്കുന്ന മുത്തശ്ശനുണ്ടെന്നോ പോലും ഇവർ നോക്കാതെ എന്തിനും ഏതിനും സപ്പോർട്ടായി നിൽക്കുന്ന ഞങ്ങളുടെയൊക്കെ അമ്മായിമ്മമാരുണ്ടല്ലോ, അവരെ പോലും നോക്കാതെ ഇവളുടെ അച്ഛനും അമ്മയും കൂടി ചെയ്ത് കൂട്ടിയത് കണ്ടോ എന്ന് പറയുമ്പോൾ വേണുവിൻ്റെ നേർക്ക് അങ്ങ് ആദർശ് പൊട്ടിത്തെറിക്കാൻ കേട്ടോ. നിങ്ങൾ കല്യാണത്തിൻ്റെ അന്നേ മുതൽ നിങ്ങളൊരു ഫ്രോഡാണെന്നുള്ള സത്യം എനിക്ക് മനസ്സിലായതാണ്. നിങ്ങളെ തിരക്കി പലവരും വന്നിട്ടുണ്ട്, എന്നാൽ ഇതുപോലെ വേലത്തരം ചെയ്യാൻ ഇനി ഈ വീടിൻ്റെ മുറ്റത്ത് കാൽ ചുവട്ടിയാലുണ്ടല്ലോ അത് കണ്ടു നിൽക്കില്ല എന്ന് പറയുന്നിട്ടോ. ഇതേ സമയം അനാമികയ്ക്ക് ഇറങ്ങിപ്പോവാനും കഴിയില്ല. കാരണം ഇറങ്ങിപ്പോയാൽ അതോടുകൂടി ഇറങ്ങിപ്പോക്കേ ഉണ്ടാവുള്ളൂ. രേവതിയും ജാനകിക്ക് പോലും വിളിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ മുത്തശ്ശൻ പറയണേ, കുട്ടി ഇങ്ങനെയുള്ള കുനിഷ്ഠ ബുദ്ധികളൊന്നും ഇനി മേലെ
കണ്ടാൽ ഈ വീട്ടിൽ ഞാൻ ആവർത്തിച്ച് കണ്ടാൽ പിന്നെ നിനക്ക് ഈ വീടിൻ്റെ പടിക്ക് പുറത്തായിരിക്കും സ്ഥാനം എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ശരിക്കും അനാമികയും അനാമികയുടെ വീട്ടുകാരും ഒന്നുമല്ലായ്മയിലോട്ട് പോവാഴിട്ടാ. അങ്ങനെ നല്ല കിടുക്കൻ സീനാണ്. അങ്ങനെ നവ്യ എല്ലാവരുടെയും കള്ളത്തരം കണ്ടുപിടിച്ചു. കാറ് ഈ പറയുന്നത് പോലെ തന്നെ കള്ളത്തരമാണെന്ന് നവ്യ പറയുന്നു. അതൊക്കെ തട്ടിപ്പിച്ചും വെട്ടിച്ചും എവിടുന്നൊക്കെ കൊണ്ടുവന്നതാണെന്ന് നവ്യ പറയുന്നു. അങ്ങനെ എല്ലാ കള്ളത്തരം നവ്യ ഇനി പൊളിച്ചെടുക്കുന്ന സീനാണ് കേട്ടോ. കൂടെ നിൽക്കാൻ ആദർശം നയനയും ഉണ്ടാവുമ്പോൾ ഇനി പറയേണ്ടതില്ല. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് ഡെയിലി റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.